ദൃഷ്ടിദോഷം. അപ്പോൾ എല്ലാ പേരും ആഗ്രഹിക്കുന്നതാണ് എങ്ങനെ കണ്ണുദോഷം തടയാം, അല്ലെങ്കിൽ ദൃഷ്ടിദോഷം തടയാം, അതിലുപരി ശത്രുദോഷം തടയാം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നന്നായിട്ട് നടക്കുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു സാധനം മേടിക്കുമ്പോൾ ഒരുപാട് ദൃഷ്ടിദോഷങ്ങൾ വരാറുണ്ട്. ഒരു പോസിറ്റീവ് ഓറയുള്ള ഒരാൾക്ക് ദൃഷ്ടിദോഷം വരാറില്ല, ഒരു പരിധിവരെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ദൃഷ്ടിദോഷം എങ്ങനെ മാറ്റാം, എന്താണ് ഇതിനുള്ള ഒരു എന്താ പറയുക പ്രതിവിധി ഒന്ന് പറയാമോ? പഴയ കാലങ്ങളിലൊക്കെ കുട്ടികൾക്ക് നമ്മൾ വല്ലാതെ കരയൊക്കെ ചെയ്യുമ്പോൾ ഉപ്പുമുളകും ഒഴിഞ്ഞ് അടുപ്പിലിടും. അപ്പോൾ മുളകിന് ഗന്ധമില്ലെങ്കിൽ കണ്ണുണ്ടെന്ന് പറയും. സ്വാഭാവികം. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും ഏക്കില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെയും കരയും. അപ്പോൾ കരച്ചിലപ്പോൾ വിശന്നിട്ടായിരിക്കാം, അത് വേറെ കാര്യം. ദൃഷ്ടിദോഷം വരിക എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലേക്ക് മൊത്തത്തിൽ പ്രശ്നങ്ങൾ വരിക, അസുഖങ്ങൾ വരിക, അപകടങ്ങൾ വരിക, പിന്നെ നമ്മളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാതെ ആവുക. ഇപ്പോൾ കൃത്യമായിട്ട് നാമം ചെല്ലുന്ന ഒരാൾക്ക് ചെല്ലാൻ പറ്റാതിരിക്കുക, ക്ഷേത്രത്തിൽ പോയി കിട്ടുന്ന ആൾക്കാർക്ക് പോകാൻ പറ്റാതിരിക്കുക. ഞാനൊക്കെ ദിവസവും എല്ലാ മാസവും മലയാളം 1-ാം തീയതി ഗുരുവായൂർ പോയിരുന്ന ആളാണ്. അതിപ്പം തടസ്സം കൊണ്ടൊന്നുമല്ല, ഇപ്പോൾ നമുക്ക് കൂട്ടുകാരൊന്നുമില്ല. ഞങ്ങൾ അമൃതയിലായിരുന്നപ്പോൾ എല്ലാ മാസവും തലേ ദിവസം പോകും, ഗുരുവായൂർക്ക് പോകും. ഗുരുവായൂർ പോയി അവിടെ ക്യൂ നിന്ന്, അവിടെ ഞങ്ങൾക്ക് ആൾക്കാരുണ്ടായിരുന്നു തൊഴിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ തൊഴുത് പിറ്റേ ദിവസം വന്ന് അവിടെ ജോലി ചെയ്യും, ഒരു ക്ഷീണം ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വൈകുന്നേരം വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അപ്പോഴും വീട്ടിൽ ജോലി ഉണ്ടാവുമല്ലോ, 10 മണിക്ക് കിടക്കുള്ളൂ. ഈ ക്ഷീണം എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. ഇപ്പം നമ്മളിപ്പോൾ അവിടുന്ന് പോകുന്ന ശേഷം പിന്നെ നമുക്ക് കൂട്ടുകാരൊന്നുമില്ല പോകാനായിട്ട്, പിന്നെ വീട്ടിൽ നിന്ന് വിടുകയും വേണമല്ലോ. അപ്പോൾ അങ്ങനത്തെ പോകാത്തത്. എങ്കിലും ദിവസവും നമ്മൾ ഗുരുവായൂരപ്പൻ നമ്മൾ കണ്ടു തൊഴുന്നു. ദിവസവും മാനസ പൂജ എന്ന് പറഞ്ഞ പൂജയുണ്ട്, അതിൽ നമുക്ക് ചെയ്താൽ മതി, വളരെ കാര്യമായിരിക്കും. എല്ലാവർക്കും നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവർക്കും അമ്പലത്തിൽ പോകാൻ പറ്റാത്ത ആൾക്കാർ. ഇപ്പം നമ്മുടെ സബ്ജക്റ്റ് ഇപ്പോൾ ദൃഷ്ടിദോഷമാണ്. ദൃഷ്ടിദോഷം വരുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് ഡിമ്മാവുക. നല്ല SSLCക്ക് നല്ല മാർക്ക് കിട്ടി, എല്ലാത്തിനും A+ കിട്ടി, സമ്മാനങ്ങൾ കിട്ടി, അത് ഫ്ലെക്സൊക്കെ വെച്ചു. എല്ലാവരും അങ്ങനെ വയ്ക്കുമല്ലോ, ജയിച്ചാലും ഫ്ലെക്സ് വയ്ക്കുമല്ലോ. അങ്ങനെയൊക്കെ വെച്ച് കഴിയുമ്പോൾ ഈ കുട്ടിക്ക് പിന്നെ മടിയാവും, സ്കൂളിൽ പോകാൻ മടി, എണീക്കാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എന്താണാവോ, നമ്മളങ്ങനെയാണല്ലോ. അവിടെ ചെല്ലുമ്പോൾ നോക്കുമ്പോൾ എല്ലാം നെഗറ്റീവാണ്, പ്രശ്നമൊന്നുമില്ല. പിന്നെ അടുത്ത ആളുടെ അടുത്ത പോടാരാ അസ്ട്രോളജി എടുത്തു പോകും, എന്താണ് സംഭവം അറിയാം. അത് ചിലർ അതിനെ മുഴുവൻ മിസ്യൂസ് ചെയ്യും. ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊന്നും കാര്യമില്ല. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു വിചാരിക്കുക, വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലുപ്പെടുത്ത് ആ കുട്ടിയെ കുളിപ്പിക്കുക. കുളിക്കുന്ന വെള്ളത്തിൽ കല്ലുപ്പിട്ട് കുളിപ്പിക്കുക. അപ്പം തന്നെ കുട്ടിക്കൊരു മാറ്റം വരും. പിന്നെ ഉപ്പൊഴിഞ്ഞ ഈ പരിപാടി ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ക്ഷീണമായിട്ട് കളി, കല്ലുപ്പ് കൊണ്ട് കൈ കഴുകിക്കുക, കല്ലുപ്പ് കൊണ്ട് കുളിപ്പിക്കുക, കൊല്ലിപ്പൊഴിഞ്ഞ് സിങ്കിലിടുക. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നെഗറ്റീവ് മാറും. പിന്നെ നമുക്ക് അമ്പലത്തിൽ ചെയ്യാം. നല്ലോണം തത്രോഷമൊക്കെ ഉണ്ടെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച തോറും നെയ്വിളക്ക്, രക്തപുഷ്പാഞ്ജലി, ചെമ്പരത്തി സൂപ്പർ സംഭവമാണ് കേട്ടോ. ചുമന്ന 5 തളുള്ള ചുമന്ന ചെമ്പരത്തി മാല കെട്ടോ അല്ലാതെയോ ഭദ്രകാളിക്ക് സമർപ്പിച്ചാൽ തന്നെ ഈ ദോഷങ്ങൾ കുറേയാണ് മാറും. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ശത്രുദോഷം ഉണ്ടെങ്കിൽ, എന്നിട്ട് നമുക്ക് ഒരു മാറ്റമില്ലെങ്കിൽ കുരുമുളക് എടുത്തിട്ട് ദേവി മഹാത്മ്യത്തിലെ 24-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ ശ്ലോകം, ശൂലേന പാഹിനോ ദേവി ഗഡ്ഗേന ചാമേന 2 വരെയുള്ളൂ. ആ നാമം ചൊല്ലി 108 കുരുമുളകിന് ഓരോ പ്രാവശ്യം 108 പ്രാവശ്യം ജപിക്കും. അപ്പോൾ ജപിച്ച് ഒരു ഡബയിലിട്ട് വയ്ക്കുക, 108 കുരുമുളക് എണ്ണി വയ്ക്കുക. അങ്ങനെ 21 ഡേയ്സ് കഴിഞ്ഞിട്ട് ഈ കുരുമുളകിന് ചുവന്ന പട്ടി കെട്ടി കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ ശക്തമായ പത്രം, ഇപ്പോൾ എല്ലാവർക്കും ഇപ്പം ഇവിടെ തെക്കോട്ടുള്ള ആൾക്കാർ മലയാളപ്പുഴ അങ്ങനത്തെ ശക്തമായ അമ്പലം, വള്ളിക്കാവ് എന്നൊക്കെ ഒരു അമ്പലമുണ്ട്. അവിടെയൊക്കെ നമ്മൾ ശക്തമായ ആ അമ്പലങ്ങളിൽ കൊണ്ട്, കോഴിക്കോടുള്ളവർക്കാണെങ്കിൽ പിഷാരികാവ്, അങ്ങനെ ഏതാണോ അടുത്തുള്ള ഏറ്റവും നല്ല ശക്തിയുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ അവിടെ കൊണ്ട് സമർപ്പിക്കുക. നമുക്ക് കൊടുങ്ങല്ലൂർ അടുത്ത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ ദോഷങ്ങളൊക്കെയാണ് പോകും. അതിന് വലിയ പൂജയൊന്നും വേണമെന്നില്ല, ഇങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക്. ഇതുകൊണ്ട് തീരും ഒരു സ്വഭാവം. പിന്നെ നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ കറുത്ത തുണിയിൽ കല്ലുപ്പും നാരങ്ങയും ഒറ്റ വെച്ച് ഒഴിഞ്ഞ് തെക്ക് കിഴക്ക് വശത്ത് കുഴിച്ചിടാം. ഇതും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയൊക്കെ ചെയ്യുമ്പോഴേക്കും ദോഷങ്ങളൊക്കെ പൊക്കോളും. നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഈ ദോഷങ്ങൾ തീർക്കാനായിട്ട്. ദൃഷ്ടിദോഷം എന്നൊക്കെ. പിന്നെ ചരട് ജപിച്ച് കെട്ടും, അതൊരു വിശ്വാസമാണ്. ഇപ്പം അമ്പലത്തിൽ പോയി ചരടൊക്കെ ജപിച്ച് കെട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഒരു ഓക്കെയാണ്, വിശ്വാസമാണത്. അത് നല്ലതാണ്. നമ്മൾ ചൊട്ടാനിക്കര, കൊടുങ്ങല്ലൂർ മഹാക്ഷേത്രങ്ങളിൽ പിന്നെ നല്ല പൂജയുള്ള അമ്പലങ്ങളൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ പോയി, ഞങ്ങളുടെ അടുത്തൊക്കെ നല്ല അമ്പലങ്ങളുണ്ട്. അപ്പോൾ ആ അമ്പലത്തിലൊക്കെ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി നൂല് ജപിച്ച് കെട്ടുക. ഇതൊക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടതെന്നാണ് ഈ കുട്ടിയുടെ ജാതകത്തിൽ ഈ കുട്ടിക്ക് സമയം എന്താണ്. ഇനിയിപ്പം നീചനായ ചൊവ്വാദശയാണോ അല്ല രാഹു എന്ത് ദശയാണെന്ന് നോക്കണം. ദശാപകാല ചിത്രങ്ങളെ ചിന്തിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. രാഹുദശയാണെങ്കിൽ തീർച്ചയായിട്ടും
രാഹു നിൽക്കുന്ന മോശത്തിലാണെങ്കിൽ കുട്ടി വളരെയധികം കൂട്ടുകെട്ടിപ്പെടാനും എല്ലാത്തിനും മോശമാവാൻ സാധ്യതയുണ്ട്. തിരുവോണം, ഉത്രാടം ഇവർക്കൊക്കെ രാഹുദശ വേഗം വരും. അത്തം ഇവർക്കൊക്കെ രാഹുദശ, കാർത്തിക രാഹുദശ നല്ല പ്രായത്തിലേക്ക് വരും. അപ്പോൾ അവരൊക്കെ നമ്മൾ വളരെയധികം ജാതകം നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹാരങ്ങൾ ചെയ്താൽ മതി. രാഹുദശനോട് സർപ്പബലി കഴിക്കുക. ആമേടയിലുണ്ട്, നമ്മുടെ പാമ്പും വെക്കാട്ടുണ്ട്, ഏതെങ്കിലും നമ്മുടെ അടുത്തുള്ള സമീപത്തുള്ള അമ്പലത്തിൽ പോയി സർപ്പബലി കഴിച്ചാൽ തന്നെ ആ ഒരു മാറ്റം വരും. അത് നോക്കണം. അത് വെറുതെ ദൃഷ്ടിയാണ്, കണ്ണാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലർക്ക് തോന്നലുണ്ട്, കണ്ണു പറ്റിയോ തോന്നലുണ്ട്. പിന്നൊരു കാര്യമുണ്ട്, നമ്മൾ എന്തൊരു സാധനം വാങ്ങിച്ചാലും, സ്വർണമായാലും പാത്രങ്ങളായാലും എന്ത് ഡ്രസ്സായാലും വാങ്ങിച്ചാൽ ഭഗവാന് സമർപ്പിക്കുക. നമുക്കൊരു പൂജാമുറിയോ പൂജ ചെയ്യുന്ന സംഭവം ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും, പ്രാർത്ഥനാ സ്ഥലങ്ങളുണ്ടാവും, അവിടെ കൊണ്ടുപോയി ഭഗവാന് സമർപ്പിക്കുക. അതിനുശേഷം ഉപ്പ് ഒഴിഞ്ഞ് കളയുക. കാരണം നമ്മൾ ഈ ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ പലരും ഇട്ട് നോക്കിയതായിരിക്കും. ഇപ്പോൾ അതൊക്കെ ടെൻഡൻസി ഉണ്ടല്ലോ, ട്രയൽ റൂമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇട്ട് നോക്കി ഇഷ്ടപ്പെട്ടിട്ട് ചിലപ്പോൾ സാമ്പത്തികം കൊണ്ട് മേടിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ കൂടെ അച്ഛനും അമ്മയാരെ ഭർത്താവാരമോ ഇത് മേടിക്കണ്ട അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ മനസ്സിൻ്റെ ഒരു വിഷമം, ആ വിഷമം നമ്മളിലേക്ക് വരും. അപ്പോൾ പറയാറില്ലേ, ചില ഡ്രസ്സ് ഇട്ടാൽ എനിക്കിന്ന് കൊള്ളില്ലാത്ത ദിവസം എന്നൊക്കെ പറയാറില്ലേ. ഇതാണ് കാരണം. ആ ഡ്രസ്സിലേക്ക് അവരുടെ ഒരു ആഗ്രഹം, മനഃപൂർവ്വം അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഇപ്പം നമുക്ക് ആഗ്രഹങ്ങളില്ലാത്ത ആൾക്കാരില്ലല്ലോ. അത് നമ്മൾ ഒരു സന്യാസിയൊക്കെ ആയിരിക്കണം, ആഗ്രഹമില്ലാതിരിക്കണം അല്ലേ. അപ്പോൾ ആഗ്രഹങ്ങളിലുള്ളവർക്ക് എന്ത് ചെയ്യും നമ്മൾ, അപ്പോൾ എനിക്കത് കിട്ടിയെങ്കിൽ. പക്ഷേ എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടോ അല്ലെങ്കിൽ അത് അച്ഛന് താല്പര്യമില്ലാത്തതുകൊണ്ടോ ചിലത്തിന് വില കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ മേടിച്ചില്ലാന്ന് വെച്ചാൽ അത് ഒരു മനപ്രയാക്കായിട്ട് വരും. അതിന് ഇത് ചെയ്താൽ മതി. എന്തൊരു സാധനം വെച്ചാൽ ഭഗവാൻ അർപ്പിച്ചിട്ട് എടുക്കാവും. ഇപ്പം സമ്പത്ത് കിട്ടിയാലും അതെ, നമുക്ക് ധനം കിട്ടിയാലും നമ്മൾ ഭഗവാൻ സമർപ്പിച്ചിട്ട് ചെയ്യാവും. ആ സമ്പത്ത് നമ്മൾ നല്ല കാര്യത്തിന് നമുക്ക് ഉപകരിക്കാൻ സാധിക്കും. അല്ലാതെ പൈസ ഇങ്ങനെ കിട്ടും അങ്ങനെ ചിലവാക്കി ഇങ്ങനെ, അതുകൊണ്ട് കാര്യമില്ല. സമ്പത്തിനും ദൃഷ്ടി വരും. നല്ല വരുമാനമുള്ള കാണുമ്പോൾ നമുക്ക് ധാരാളം ധനം വരുമ്പോൾ ദൃഷ്ടിയൊക്കെ വരും. അപ്പോഴും നമ്മൾ എന്തും ഭഗവാന് സമർപ്പിച്ചാൽ ദൃഷ്ടിയൊന്നും ഏൽക്കില്ല. നമുക്കൊരു ഉപാസനാമൂർത്തി ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും വിശ്വാസം, അല്ലെങ്കിൽ നമ്മുടെ പരദേവത, ഏറ്റവും നല്ല പരദേവതയെ പ്രാർത്ഥിക്കുക. എൻ്റെ ദേവി, എൻ്റെ അമ്മ ആരാധിച്ചാലും പരദേവത, മഹാദേവൻ പരദേവത ഉണ്ടാവും. ഭദ്രകാളിയുടെ സാധാരണ എല്ലാവർക്കും പരദേവത പ്രാർത്ഥിച്ച ശേഷം നമ്മുടെ ഗുരുകരണന്മാരെ പ്രാർത്ഥിച്ച ശേഷം ഈ സാധനം ഉപയോഗിക്കുക. പൈസ ആയാലും ഡ്രസ്സായാലും എന്തായാലും നമുക്ക് ഒരു ദൃഷ്ടിയും വരില്ല അങ്ങനെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ദൃഷ്ടിദോഷം മാറ്റാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ തുരിശ്, ഒരു വെള്ള തുണി തുരിശ് കെട്ടി നമ്മുടെ ഫ്രണ്ടിൽ ചവിട്ടി, എപ്പോഴും പ്ലാസ്റ്റിക് ചവിട്ടികൾ ഉപയോഗിക്കരുത്. എപ്പോഴും കോട്ടൻ്റെ തുണിയുടെ ഈ കയറിൻ്റെ ചരട്ടി കിട്ടുമല്ലോ, അതാണ് ഏറ്റവും നല്ലത്. കാരണം പ്ലാസ്റ്റിക് ഒക്കെ ആകുമ്പോൾ അതിൽ നെഗറ്റീവൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചവിട്ടിയുടെ അടിയിൽ കുഴി കെട്ടിയിട്ടാൽ മതി, ഇതല്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ കറുത്ത വാവിനും മഞ്ഞ തുണിയിൽ കല്ലുപ്പ്, വയമ്പ്, മഞ്ഞൾ, ഒരു നാണയം കൂടി കിഴി കെട്ടി നമ്മൾ മുൻവശത്ത് തൂക്കിയിടും. നല്ലതാണ്. അതും അമാവാസി ദിവസങ്ങളിൽ മാറ്റും. അത് അടുത്ത അമാവാസിക്ക് നാണയം മാറ്റി ഭണ്ഡാരത്തിടും, ബാക്കി വെള്ളത്തിൽ കളയും. പിന്നെ ചെയ്യാം പച്ച തുണിയിൽ അടയ്ക്കേണ്ടല്ലോ, നമ്മൾ അടയ്ക്ക മേടിക്കാൻ കിട്ടുമല്ലോ, അടയ്ക്ക. ആ അടയ്ക്കയിൽ നെയ്യ് പുരട്ടി കുങ്കുമൊക്കെ തൊടിയിച്ചിട്ട് അതിന് എല്ലാവരും ഒഴിഞ്ഞ് മുൻവശത്ത് പച്ച തുണിയിൽ കെട്ടി തൂക്കിയിടാം. അടുത്ത രണ്ടോ മൂന്നോ വെള്ളിയാഴ്ച കഴിയുമ്പോൾ അത് മാറ്റാം, മാസം ഒഴിക്കാനും മതി. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നെഗറ്റീവ് വരില്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ ചുമന്ന തുണിയിൽ കല്ലുപ്പ്, കടുക്, എത്ര ആൾക്കാരുണ്ടോ അത്ര ആൾക്കാർ മുളക്, വറ്റൽമുളക് ഇതെല്ലാം കൊണ്ട് കിഴി കെട്ടി തിങ്കളാഴ്ച വൈകുന്നേരം കിഴി കെട്ടി തൂക്കിയിടുക. ഞായറാഴ്ച ആകുമ്പോൾ കത്തിച്ച് കളയാം. അങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് കഴിയുമ്പം നെഗറ്റീവൊക്കെ അതിലേക്ക് പൊക്കോളും. നമ്മൾ കണ്ടിട്ടില്ലേ ഓരോ സ്ഥലത്ത് ഉരുളിയിൽ താമരയൊക്കെ ഇട്ട്, അതൊക്കെ നല്ലതാ. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൽ കല്ലുപ്പിട്ട് ഈ ആർട്ടിഫിഷ്യൽ പൂ വെച്ചാൽ അരി ഉണങ്ങി പോകുമല്ലോ, അവിടെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന നെഗറ്റീവ് നമ്മൾ പൂ കാണിക്കാൻ വയ്ക്കണമെന്നല്ല, നമുക്ക് സംഭവം എന്താണ്, ഉപ്പായിട്ട് അതിനകത്ത് എന്നിട്ട് അതിലേക്ക് എല്ലാ നെഗറ്റീവും അതിലേക്ക് വരും. അപ്പം നമുക്കത് വയ്ക്കില്ല. ചെറിയ കുട്ടികളുടെ അടുത്ത് വയ്ക്കാൻ പറ്റില്ല, അതൊക്കെ എടുത്ത് കളയും. അപ്പോൾ കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ വയ്ക്കാം. അതൊക്കെ കണ്ടല്ലോ മിക്ക ഹോട്ടലുകളിലും കടലാം. ഇതാണ് അതിൻ്റെ നാരങ്ങ, അതും നല്ലതാ, സൂപ്പറാ. നാരങ്ങ എല്ലാം നെഗറ്റീവ് വലിച്ചെടുക്കും. പിന്നെ നമ്മൾ 1-ാം തീയതി ദിവസങ്ങളിൽ അമാവാസിയൊക്കെ വരുമ്പോൾ, പൗർണമിയൊക്കെ വരുമ്പോൾ, പൗർണമിക്ക് വേണ്ട അമാവാസിയൊക്കെ വരുമ്പോൾ നാരങ്ങ മുറിച്ച് ഒന്നിൽ മഞ്ഞളും ഒന്നിൽ കുങ്കുമം ചേർത്ത് നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കാണാം, അത് മുൻവശത്ത് വയ്ക്കും. ഈ നെഗറ്റീവ് പുറത്ത് വീടിന്റെ പുറത്ത് അത് തന്നെ, അത് വെച്ചാൽ നെഗറ്റീവ് ഒക്കെ അതിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് എല്ലാ വെള്ളിയാഴ്ച വയ്ക്കാം, നന്ദി വേണമെന്നില്ല, എല്ലാ വെള്ളിയാഴ്ചയും വയ്ക്കാം. ചൊവ്വയും വെള്ളിയും വയ്ക്കാം. ഒരു ദിവസം ഇരിക്കുള്ളൂ, അത് ചൊവ്വയും എടുത്ത് കളയാം, ചൊവ്വയും വെള്ളിയും വയ്ക്കാം. അപ്പോൾ ഈ നെഗറ്റീവ് സാധാരണ ചൊവ്വയും വെള്ളിയൊക്കെ വരിക, അമാവാസി, ചൊവ്വ, വെള്ളി, ഇങ്ങനെ ആ ദിവസങ്ങളിൽ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാം.
ഒന്നിനകത്ത് മഞ്ഞൾപ്പൊടിയും ഒന്നിനകത്ത് ഈ പറയുന്ന കുങ്കുമം. മഞ്ഞൾപ്പൊടിയും കുങ്കുമവും രണ്ടും രണ്ടാണ്. ഓക്കെ. രണ്ടായിട്ട് ഒരു നാരങ്ങ മുറിക്കുക, ഒന്നിന് മഞ്ഞൾപ്പൊടി, ഒന്നിന് കുങ്കുമം ചേർത്ത് വെക്കുക. അത് ഒട്ടിപ്പിടിച്ചോളുന്ന നാരങ്ങ നനവുണ്ടല്ലോ. നാരങ്ങ ഭയങ്കര സംഭവം, സൂപ്പർ സംഭവം. ഈ ഗ്ലാസ്സിൽ വെള്ളം വെക്കുന്നത് പല ഹോട്ടലുകളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. എല്ലാ വീടുകളിലും വെക്കുന്നവരുണ്ട്. അപ്പൊ ഇത് ഈ ഒരു ദിവസമാണോ ഈ നാരങ്ങ വെക്കുന്നത് അതോ? അല്ല, നാരങ്ങ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസമല്ല, അത് ചീത്തയാകുമ്പോൾ മാറ്റിയാൽ മതി. അല്ലെങ്കിൽ താഴത്തേക്ക് പോകും. താഴത്തേക്ക് പോകുമ്പോൾ മാറ്റും. കാരണം ചിലയിടത്ത് ഒരു ദിവസം തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും താഴത്തേക്ക് പോകും, ചീഞ്ഞു പോകും. അത് കാരണം നെഗറ്റീവ് ഉണ്ട്. പിന്നെ നാരങ്ങ മുളകും തൂക്കിയിടും. മുളക് ഒരു നാരങ്ങ, അങ്ങനെ 5 നാരങ്ങയും 10 മുളകുമായിട്ട് തൂക്കിയിടാം ഒരു വശത്ത്. അതും ദൃഷ്ടി പോകാനായിട്ട്. പച്ചക്കളർ മുളകല്ലേ? പച്ചമുളക്. മറ്റേത് കൊല്ലമുളക്, ഇത് പച്ചമുളക്. ഇത് എത്ര ദിവസത്തിൽ മാറ്റണം? അത് ചെയ്യുമ്പോൾ മാറ്റും. അങ്ങനെ അത് ചെയ്യൂലോ. അതൊക്കെ നിങ്ങൾക്ക് ദൃഷ്ടി, ഒരുപാട് സംഭവങ്ങളുണ്ട് ദൃഷ്ടി പോകാനായിട്ട്. ഇത് ബാക്കി എന്തിനേക്കാളും നമ്മൾ പലയിടത്തും കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതാണ് ഈ പറയുന്ന നാരങ്ങയും പച്ചമുളകും തൂക്കി. അത് വളരെ നല്ലതാണ്. നമ്മൾ കേരളം വിട്ട് ഞാൻ എല്ലായിടത്തും. 5 പച്ചമുളകും 1 നാരങ്ങയും. 5 പച്ചമുളകല്ല, 2 പച്ചമുളക് 1 നാരങ്ങ, അങ്ങനെ 5 നാരങ്ങയും 10 പച്ചമുളകും. അങ്ങനെയാണ്. പച്ചമുളക് അങ്ങനെയാണ്. അത് കോർത്ത് തൂക്കിയിടും. അത് തൂക്കിയിടുന്നത് നമുക്ക് ദൃഷ്ടിയൊക്കെ പോകാനായിട്ട് നല്ലതാണ്. അനവധി കാര്യങ്ങളുടെ ദൃഷ്ടി പോകാനായിട്ട്. ഇതൊന്നൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ. സന്തോഷം. എന്തായാലും ഈ പറയുന്ന ദൃഷ്ടിദോഷങ്ങൾ പൂർണ്ണമായിട്ട് മാറട്ടെ. അതിലുപരി നല്ലൊരു ജ്യോതിഷയെ കണ്ട് ഈ പറയുന്ന ദശാകാലങ്ങൾ വിശകലനം ചെയ്തതിനു ശേഷം ദശയുടെ ഈ പറയുന്ന രാഹുദശയാണെങ്കിൽ ഏതിൻ്റെ ഈ ദശാകാലങ്ങളിൽ വരുന്ന അന്തർദശയാണെങ്കിലും ദശയാണെങ്കിലും സൂക്ഷ്മദശയാണെങ്കിലും പൂർണ്ണമായിട്ടും പരിശോധിക്കുക. എന്നിട്ട് അതനുസരിച്ച് മുന്നോട്ട്. നന്ദി, നമസ്കാരം.